വേനൽ കടുത്തതോടെ പാലക്കാട് പലയിടങ്ങളിലും രൂക്ഷമായ കുടിവെള്ളക്ഷാമം. പൊതു ടാപ്പുകളിലും വീടുകളിലുമുള്ള കുടിവെള്ളം എത്താതായതോടെ കഞ്ചിക്കോട് പുതുശ്ശേരിയിലെ കുടുംബങ്ങൾ ദുരിതത്തിൽ. പുതുശ്ശേരി, കുണ്ടുകാട്, നീലിക്കാട് പ്രദേശങ്ങളിലാണ് രൂക്ഷമായ കുടിവെള്ളക്ഷാമം. കുടിവെള്ളക്ഷാമം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്ന് പ്രദേശവാസികളായ വീട്ടമ്മമാർ പറയുന്നു. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായുണ്ട്. ഇക്ബാൽ, ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോലും ഈ കുടിവെള്ളക്ഷാമം വലിയ ചർച്ചാ വിഷയമായിരുന്നു. പക്ഷെ അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് 40 ഡിഗ്രിക്ക് തൊട്ടപ്പുറത്ത് മുട്ടി നിൽക്കുകയാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം കുടിവെള്ള വിതരണത്തിൽ ഉണ്ടാകുന്നു. ചൂട് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പാലക്കാട് പലയിടങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായിരുന്നു. അത്തരത്തിലൊരു മേഖലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കഞ്ചിക്കോട്, പുതുശ്ശേരി, നീലിക്കാട് മേഖലയിലാണ്. ഇവിടെ ഫെബ്രുവരി മാസം മുതൽ തന്നെ കുടിവെള്ളക്ഷാമം ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുകയും ചെയ്യുന്നത്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള ഡ്രമ്മുകളിലെല്ലാം കുടിവെള്ളം വാങ്ങി സൂക്ഷിക്കുകയായിരുന്നു. പുറത്തുനിന്ന് കുടിവെള്ളം എത്തിച്ചായിരുന്നു ഇവിടെയുള്ള 25ഓളം കുടുംബങ്ങൾ ജീവിച്ചിരുന്നത്. കാരണം ഇവിടെ ഈ പൊതു ടാപ്പുകളുണ്ട്, അതുപോലെ തന്നെ വീടുകളിലേക്ക് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ഉണ്ട്. പക്ഷേ ഇവിടേക്കൊന്നും വെള്ളം എത്താത്ത സ്ഥിതിയാണ്. ഏതായാലും ഇവിടുത്തെ പ്രദേശവാസികളും അതുപോലെ തന്നെ ജനപ്രതിനിധികളെല്ലാം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ വേനലായപ്പോൾ കുടിവെള്ളക്ഷാമം രൂക്ഷമായി പറയാം. ഇതുവരെ ഞാനൊരു 15 വർഷം ഈ വാർഡിൽ പ്രതികരിച്ച് നിൽക്കുന്ന ഒരാളായിരുന്നു, മെമ്പറായിരുന്നു. 15 വർഷക്കാലം ഇതേമാതിരി ഒരു കുടിവെള്ള പ്രശ്നം ഉണ്ടായിട്ടേ ഇല്ല. ഇതിപ്പോഴാണ്, അതായത് ഇവർ ഭരണസമിതിയും വാട്ടർ അതോറിറ്റി ചെയ്യേണ്ട ഒരു പണി എന്താണെന്ന് ചോദിച്ചാൽ, ഫെബ്രുവരി കഴിഞ്ഞാൽ ആ സമയത്ത് ഈ കമ്പനികൾക്ക് പോണത് പകുതി കണ്ട് നിർത്തണം. പക്ഷേ ഇവർ നിർത്തണമെന്നില്ല, കമ്പനികൾക്ക് തോന്നിയമാതിരി കൊടുക്കണം. അതിൻ്റെ ഒരു ഷോർട്ടാണ് ഈ വെള്ള പ്രശ്നം രൂക്ഷമായിട്ട് വരുന്നത്. എന്താ കുടിവെള്ളം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ? എന്ത് ചെയ്യുന്നു? എനിക്ക് പശുവുണ്ട്, അതിനും വെള്ളം വേണം. എനിക്ക് ഇത്തിരി കൂടുതൽ വേണം, കിട്ടണേ ഇല്ല. കുറേ ദിവസമായി 3 മാസമായി. പുതുശ്ശേരി വരുന്ന മുമ്പ് തുടങ്ങിയില്ല. നിങ്ങളുടെ വീട്ടിലൊക്കെ ഞങ്ങളുടെ അതേ തന്നെയാണ് പ്രശ്നങ്ങൾ. ഞങ്ങൾക്ക് വെള്ളമില്ല, പ്രശ്നം ആർക്കും കിട്ടണില്ല. സമരമായിട്ട് പോയിരുന്നല്ലോ, എന്നിട്ടൊന്നും പോയി ഒന്നും നടപടിയും ആയിട്ടില്ല. ഇതാ പറയുന്നുണ്ട് അവർ വെള്ളം ഇവിടെ വരും, പാതി വഴി എത്തും, വെള്ളം പോകും, പിന്നെ ഈ വഴിക്കില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ഇത് വന്നതാണ്, ടാങ്കർ ലോറിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് 3 ഡ്രമ്മ് വെള്ളം ഞങ്ങൾക്ക് തന്നിട്ടുള്ളൂ. അതിനുശേഷം ഇത്ര ദിവസമായിട്ട് വെള്ളം എത്തിയിട്ടില്ല. ടാങ്കറിലും ഇല്ല, ഞങ്ങൾക്ക് പൈപ്പ് വെള്ളവും ഇല്ല. വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് നീലിക്കാട് പ്രദേശവാസികൾ പോകുന്നത്. ഇനി ഇങ്ങനെ കുടിവെള്ളം കിട്ടാൻ വൈകി പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാനാണ്? ഇന്ന് വെള്ളം എത്തിച്ച് തരാമെന്നാണ്. ഞാൻ 2 ദിവസമായിട്ട് വാട്ടർ അതോറിറ്റി പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ വീട്ടമ്മമാരും ഉണ്ടായിരുന്നു. പോയി പറഞ്ഞപ്പോൾ നല്ല 2 ദിവസത്തിനുള്ളിൽ വെള്ളം എത്തിച്ചു തരാൻ പറഞ്ഞത്. ഇത് ഒന്നും കൂടി നോക്കാം. കണ്ടില്ല, അവർ വാട്ടർ അതോറിറ്റി പോയിട്ട് ഞങ്ങളവിടെ നിരാകരം കിടക്കാൻ ഞങ്ങളടക്കം തയ്യാറാണ്. നാട്ടുകാർ പറയുന്നത് രൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമമാണ് പുതുശ്ശേരിയിൽ നേരിടുന്നത് എന്നുള്ളതാണ്. കുണ്ടുകാടും നീലിക്കാടും എല്ലാം ഇത്തരത്തിലുള്ള എടപ്പറമ്പും എല്ലാം ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ട്. ഈ വേനൽക്കാലം ആവുമ്പോൾ ഈ വ്യവസായ മേഖലയിലേക്ക് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറച്ച് ആ വെള്ളം വീടുകളിലേക്ക് നൽകണം, സാധാരണക്കാർക്ക് നൽകണം എന്നുള്ളതാണ് നാട്ടുകാർ ഒരുപോലെ ആവശ്യപ്പെടുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അറക്കൽ, റിപ്പോർട്ടർ പാലക്കാട്.